ഫ്രാങ്കോ സെഫ്രേലിയുടെ ദ ജീസസ് ഓഫ് നസറത്ത് എന്ന് പറഞ്ഞ ക്ലാസിക്കൽ മൂവിയിൽ മറിയത്തിനെ സന്ദർശിക്കാൻ ഗബ്രിയേൽ ദൈവദൂതൻ വരുന്നു. അപ്പോൾ പറയാം, അവിടെ ഒറ്റയ്ക്കല്ല, തൊട്ടപ്പുറത്തെ മുറിയിൽ മറിയത്തിൻ്റെ അമ്മയുണ്ട്, അന്നയുണ്ട്. അന്ന നോക്കുമ്പോഴേക്കും ജനാലിലൂടെ ഇങ്ങനെ ഒരു വെട്ടം വരുന്നുണ്ട്, പക്ഷെ ആരും കാണുന്നില്ല. മറിയ ആരോട് സംസാരിക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ അന്ന വന്ന് ചോദിക്കുന്നുണ്ട്, നീ ആരോട് സംസാരിച്ചുകൊണ്ടിരുന്നേ? ഉടനെ മറിയം പറയും, അമ്മേ എലിസബത്തിന് ഇത് 6-ാം മാസമാണ്. എന്ത് നോൺസെൻസ് ആടി നീ പറയണേന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലമ്മേ, ശരിക്കും ഞാൻ എലിസബത്തിൻ്റെ അടുത്തോട്ട് പോവാം, എനിക്ക് പോയേ പറ്റൂ. എന്നിട്ട് ഈ അമ്മ മറുത്തൊന്നും പറയാതെ അവളെ യാത്ര അയക്കുന്നുണ്ട്. എലിസബത്തിൻ്റെ വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞ് അവളെ യാത്ര അയക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പോയി തിരിച്ചു വരുമ്പോഴേക്കും മറിയം ഗർഭിണിയാണല്ലോ, അതുകൊണ്ട് തന്നെ വയറൊക്കെ പുറത്തായി. ആൾക്കാരറിഞ്ഞു, ജോസഫ് അറിഞ്ഞു. കല്യാണത്തിന് മുമ്പ് ഇവിടെ ഗർഭിണിയായാലും ജോസഫ് അറിഞ്ഞു. ഇപ്പോൾ ജോസഫ് നല്ല ദേഷ്യത്തിലാണ്. ജോസഫ് അപ്പോൾ വീട്ടിലോട്ട് കയറി വരുന്നുണ്ട്. വീട്ടിലോട്ട് കയറി വന്നിട്ട് മറിയം അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയും, മാലാഖ വന്ന കാര്യം ഇതൊക്കെ പറയുമ്പോൾ ജോസഫ് പറയുന്നത് ഇങ്ങനെയാണ്, ഇത് ആര് വിശ്വസിക്കാനാണ് എന്ന് പറഞ്ഞ് ജോസഫ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ആ സമയത്ത് അന്ന വരുന്നുണ്ട്. അന്നയെ കാണുമ്പോൾ മറിയം കരഞ്ഞിട്ട് അന്നയോട് പറയും, അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ അമ്മേ, എലിസബത്തിന് 6-ാം മാസം ഒന്നും ശരിയായില്ലേ? അപ്പോൾ ഈ അന്ന അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഡോണ്ട് വെറി, ഐ ബിലീവ് ഇൻ യു, ലെറ്റ് ഗോഡ്സ് വിൽ ബി ഡൺ. ഒരമ്മ മകൾക്ക് കൊടുക്കുന്ന എത്ര സ്ട്രോങ് ആയിട്ടുള്ള വാക്കാണ്, ഐ ബിലീവ് ഇൻ യു. ഈ ലോകം മുഴുവനും നിന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലും എടി ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഒരു അമ്മ മോളോട് പറയാണ്. CV ആനന്ദബോസ്, ബംഗാൾ ഗവർണർ, അദ്ദേഹം മലയാളി യുവാക്കളെക്കുറിച്ച് പറയുന്നത്, അവർ ലോകത്തിൻ്റെ നെറുകിലേക്ക് നിർത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ അമ്മമാർ അവരെ നന്നായിട്ട് വളർത്തിയതാണ്. കാരണം വായിച്ചാൽ അറിവ് കിട്ടും, പക്ഷെ തിരിച്ചറിവ് നൽകുന്നത് അമ്മമാരാണ്. ന്യൂ നോർമൽ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം കണ്ട് അതിനകത്ത് ലെസ്ബിയൻസിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. 2 പെൺകുട്ടികൾ തമ്മിൽ വളരെ അടുപ്പമാണ്. എന്നിട്ട് അതിലൊരു പെൺകുട്ടി അമ്മയോട് ഈ കാര്യം തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നത്, അമ്മ അത് വളരെ കൂളായിട്ട് എടുക്കണേ, ലവിന് ജെൻഡറൊന്നുമില്ല, ഇറ്റ് ഈസ് നോർമൽ തിങ്. അതൊരു ബലമാണ് ആ പെൺകുട്ടി കൊടുക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ രീതിയിലല്ല നിങ്ങൾ അതിനെക്കുറിച്ച് കാണേണ്ടത്. കാരണം ഈ ലോകത്ത് നമ്മളെല്ലാവരും ഒരുപോലെ സൃഷ്ടിക്കപ്പെട്ടുള്ള ആൾക്കാരല്ല. പലർക്കും അവരുടെ ജെൻഡേഴ്സും സെക്ഷൽ ലൈഫും ഒക്കെ ഡിഫറെൻ്റാണ്. അതൊരു പാപമാണ്, ഒരു തെറ്റ് എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നതിന് പകരം നമ്മുടെ ഫ്രാൻസിസ് പാപ്പ പറയുന്നവരെ അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് പറ്റണം. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ദെയർ ഫോൾട്ട്. നമ്മുടെ മക്കൾ ഇങ്ങനെ വേറൊരു രീതിയിലാണ്, വേറൊരു ടൈപ്പാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഐ ട്രസ്റ്റ് ഇൻ യു, ഐ ബിലീവ് ഇൻ യു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ പറ്റണം, ഹഗ് ചെയ്യാൻ പറ്റണം. സംടൈംസ് ദേ ആർ വെരി കൺഫ്യൂസ്ഡ്. അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. അവർ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ പല കൺഫ്യൂഷൻസ് അവർക്കും ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഐ ബിലീവ് ഇൻ യു, ഐ ട്രസ്റ്റ് യു എന്ന് പരിശുദ്ധ അമ്മയുടെ അമ്മയെപ്പോലെ പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ?